ചെറുപ്പമായിരിക്കുക എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇന്നൊക്കെ നമുക്കൊരു 25 വയസ്സായാൽ തന്നെ നമുക്ക് ഏജിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് നമുക്ക് സ്കിന്നിലൊക്കെ ചുളിവുകൾ വരിക, നമ്മുടെ മുടിയൊക്കെ പെട്ടെന്ന് നരയ്ക്കുക, അത്തരത്തിൽ ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏജിങ് പ്രോസസ്സിനൊന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കണ്ടൻസിനെ കുറിച്ചാണ്. ഹായ്, ഞാൻ ഡോക്ടർ ആര്യ, നാച്ചുറോപ്പത്തിക് ഫിസിഷ്യൻ, ഡോക്ടർ ഡയറ്റ്. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഏജിങ് പ്രോസസ്സ് ഇന്ന് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരം പ്രായവരെ പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. പ്രധാനമായിട്ടും നമ്മുടെ ജോയിൻസിലൊക്കെ പെയിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ കുറേ ഡിഫിക്കൽട്ടീസ് ഒക്കെ വരിക, നമ്മുടെ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോവുക, പൊട്ടലുണ്ടാവുക, അതുപോലെ തന്നെ ഏർലി ഗ്രേയിങ് ഉണ്ടാവുക, അതിലത്തെ ഒരുപാട് കണ്ടീഷൻസ് കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടിനെ നമുക്ക് ഭക്ഷണത്തിലൂടെ മാറ്റുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കണ്ടൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത്, അതായത് മധുരക്കിഴങ്ങ്. നമുക്ക് മാർക്കറ്റിലൊക്കെ വളരെ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടൊരു കാര്യമാണ്. എല്ലാ ഏജ് ഗ്രൂപ്പ് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഏതൊരു ഡിസീസ് കണ്ടീഷനിലും നമുക്കിത് ഈസി ആയിട്ട് ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകമാണ്. ഇതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയബറ്റിക് കണ്ടീഷൻസിലും അതുപോലെ തന്നെ ഒബേസിറ്റി, അതായത് അമിതവണ്ണമുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് കഴിക്കാവുന്നൊരു ഘടകമാണ്. അതുപോലെ തന്നെ ഇതിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഒക്കെ റിച്ച് ആണ്. അതിനോടൊപ്പം തന്നെ ആൻറ്റി ഓക്സിഡൻറ്റും ധാരാളം അടങ്ങിയിട്ടൊരു കണ്ടൻ്റാണ് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. വൈറ്റമിൻ എ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടൊരു കണ്ടൻ്റാണ്. അതുപോലെ നമ്മുടെ വൈറ്റമിൻ സി ആണെങ്കിലും നമ്മുടെ സ്കിൻ ഹെൽത്ത് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ആൻറ്റി ഓക്സിഡൻ്റ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പം ഇത് നമ്മുടെ ജനറൽ ബോഡി ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇത് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ പ്രോട്ടീൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നമുക്ക് പയറ്, കടല, പരിപ്പ് പോലുള്ള കാര്യങ്ങളൂടെ കമ്പൈൻ ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് നോൺ വെജ് പ്രോട്ടീൻ ആയിട്ടുള്ള എഗ്ഗ്, ഫിഷ്, മീറ്റ് പോലുള്ള ഘടകങ്ങൾ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതിനൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ധാരാളമായിട്ട് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂടെ നമ്മൾ പ്രോട്ടീൻ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കൊളാജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നത്. ഈ കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഹെൽത്തിനെയും നമ്മുടെ ബോൺ ഹെൽത്തിനെയും അതുപോലെ നമ്മുടെ ഹെയർ ഹെൽത്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുവഴി നമുക്ക് ഉണ്ടാകുന്ന ഹെയർ ഫോൾ കുറയ്ക്കാനും നമ്മുടെ സ്കിന്നുണ്ടാകുന്ന ചുളിവുകളും ഡ്രൈനെസ്സും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻസ് റെഡ്യൂസ് ചെയ്യാനും ഈ ഏജിങ് പ്രോസസ്സിനെ തന്നെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ആഴ്ചയിൽ 2-3 തവണ നമുക്കിത് മെയിൻ മീലാക്കി, ഏതെങ്കിലും ഒരു നേരത്തെ പ്രധാനപ്പെട്ട മീലാക്കി നമുക്കിത് കഴിക്കാവുന്നതാണ്. ഫിഷ് കറീൻ്റെ കൂടെയൊക്കെ കമ്പൈൻ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റും കൂടെ എൻഹാൻസ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. രണ്ടാമത്തെ ഒരു കണ്ടൻ്റാണ് ബ്ലാക്ക് ബീൻസ് എന്ന് പറയുന്നത്. ഇത് വളരെ റിച്ച് ആയിട്ട് നമുക്ക് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളൊരു കണ്ടൻ്റാണ്. ഒരു 100 ഗ്രാമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓൾമോസ്റ്റ് 25 ഗ്രാംസോളം പ്രോട്ടീനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്, ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ്. ഒബേസിറ്റി പോലുള്ള കണ്ടീഷൻസിലും ഡയബറ്റിക് കണ്ടീഷൻസിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ധാരാളമായിട്ട് ഫൈബറും അടങ്ങിയിട്ടുണ്ട്. നമുക്കുണ്ടാകുന്ന സ്കിൻ കണ്ടീഷൻസ് ആയിട്ടുള്ള സ്കിന്നിൻ്റെ സാഗിനെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ചില ക്യാൻസറസ് കണ്ടീഷൻസിൽ നമുക്കിത് കഴിക്കാവുന്നതാണ്. അത് ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലുള്ള ക്യാൻസർ കണ്ടീഷൻസിലൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ബോയിൽ ചെയ്തിട്ട് വെജിറ്റബിൾസിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു നേരത്തെ മീലാക്കി നമുക്ക് കഴിക്കാം. അതായത് സാലഡ് പരുവത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. മൂന്നാമതൊരു കണ്ടൻ്റാണ് ബ്രൊക്കോളി എന്ന് പറയുന്നത്. നമ്മൾ വളരെ കോമൺലി ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയ ഒരു കണ്ടൻ്റാണ് ബ്രൊക്കോളി എന്ന് പറയുന്നത്. ക്രൂസിഫറസ് വെജിറ്റബിൾസിൻ്റെ ഒരു കാറ്റഗറി പെടുന്ന ഒരു ഐറ്റമാണിത്. ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ട് വൈറ്റമിൻ എ, വൈറ്റമിൻ കെ ആൻഡ് വൈറ്റമിൻ സി ആണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ നിക്കോട്ടിനമൈഡ് മോണോന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞൊരു എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുവഴി നമുക്ക് നമ്മുടെ ബോഡിയിൽ എനർജി പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്. ഈ NMN നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് വഴി നമ്മൾ പറഞ്ഞു എനർജി പ്രൊഡക്ഷൻ കൂടുന്നുണ്ടെന്ന്. അതായത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർഡ് ഫോം ഓഫ് എനർജി ആയിട്ടുള്ള ഫാറ്റിനെ നമ്മൾ യൂട്ടിലൈസ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കുന്ന ഈ ഫാറ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എനർജി ആയിട്ട് കൺവേർട്ട് ആവുകയും അത് നമ്മുടെ ബോഡി യൂട്ടിലൈസ് ആവുകയാണ് ചെയ്യുന്നത്. ഇതുവഴി നമുക്ക് ഉണ്ടാകുന്ന ക്ഷീണം പോലുള്ള പ്രശ്നങ്ങൾ, അതായത് നമുക്ക് എന്ത് ചെയ്താലും ബുദ്ധിമുട്ടും ക്ഷീണവും തളർച്ചയും പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുവഴി നമുക്ക് സാധിക്കും. ഡെയിലി ബേസിൽ നമ്മളിത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ NMN പ്രൊഡക്ഷൻ ഒരു പരിധിവരെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും.
സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചൈൽഡ്ഹുഡ്, അതായത് ചെറുപ്പം തൊട്ടേ നമ്മൾ ഇത് സാലഡ്സ് പോലെയൊക്കെ പ്രിപ്പയർ ചെയ്ത് കുട്ടികളെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നാലാമത്തെ ഒരു കണ്ടൻ്റാണ് ബ്രിഞ്ചോൾ എന്ന് പറയുന്നത്, അതായത് വഴുതനങ്ങ. നമ്മൾ വളരെ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ആണ്, നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. ഇത് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്, പൊട്ടാഷ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ സെല്ലിൻ്റെ ഹെൽത്തിനൊക്കെ കൂട്ടാനും നമുക്ക് ഉണ്ടാകുന്ന ചുളിവ് പോലുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കാനും സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് ഇതുവഴി സാധിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ധാരാളമായിട്ട് പൊട്ടാഷ്യം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഓർഗൻസിൻ്റെ ഒക്കെ ഹെൽത്തിനെ, നമ്മുടെ ഹാർട്ടിൻ്റെയും ലങ്ങിൻ്റെയും ലിവറിൻ്റെ ഒക്കെ ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് BP പോലുള്ള പ്രശ്നങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യാനും കൊളസ്ട്രോൾ പോലുള്ള കണ്ടീഷൻസിനൊക്കെ റിഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ബ്രിഞ്ചോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെ, ഓർഗൻ റിലേറ്റഡ് കംപ്ലീറ്റ്സ് ആയിക്കോട്ടെ, നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിക്കോട്ടെ, ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് ബ്രിഞ്ചോൾ ഡെയിലി ബേസിൽ ഇൻടേക്ക് ചെയ്യുന്നത് വഴി സാധിക്കും. അഞ്ചാമത്തെ ഒരു ഘടകമാണ് ബീറ്റ്റൂട്ട് എന്ന് പറയുന്നത്. ഒരുപാട് ന്യൂട്രീഷ്യസ് ആണ്, നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബ്ലഡ് പ്രൊഡക്ഷനെ കൂട്ടാൻ, നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനൊക്കെ നമ്മൾ കോമൺലി കഴിക്കുന്ന ഒരു കാര്യമാണ് ബീറ്റ്റൂട്ട് എന്ന് പറയുന്നത്. അത് മാത്രമല്ല നമുക്കൊരു ഗുഡ് പ്രോബയോട്ടിക് ആണ്, അതായത് ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗട്ടിനകത്ത് ജീവിക്കുന്ന നമ്മുടെ ഗുഡ് ബാക്ടീരിയസിൻ്റെ ഗ്രോത്തിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ബീറ്റ്റൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെല്ലിൻ്റെ ഫംഗ്ഷനിങ് കൂട്ടും, നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും നമ്മുടെ സ്കിൻ ഹെൽത്ത് കൂട്ടാനും അതുപോലെ നമ്മുടെ എനർജി പ്രൊഡക്ഷനൊക്കെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ നമ്മൾ ബീറ്റ്റൂട്ട് ഡെയിലി ബേസിൽ കൺസ്യൂം ചെയ്യുന്ന വഴി സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇതിനകത്ത് ധാരാളമായിട്ട് പൊട്ടാഷ്യോ മഗ്നീഷ്യോ ഒക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ ബോൺ ആക്ടിവിറ്റി, മസിലിൻ്റെ സ്ട്രെങ്ത് ഒക്കെ കൂട്ടാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് നമുക്ക് ഡെയിലി ബേസിസിൽ നമ്മുടെ സാലഡ്സ് പോലെയോ അല്ലെങ്കിൽ നമ്മൾ ഉപ്പേരി പോലെയൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തതായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു ഘടകമാണ് ഫിഷ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ചെറിയ മത്സ്യങ്ങൾ, നമ്മുടെ ചാള പോലുള്ള ചെറിയ മത്സ്യങ്ങൾ നമുക്ക് ഡെയിലി ബേസിൽ കഴിക്കാവുന്നതാണ്. നമുക്കറിയാം ഇതിനകത്ത് ധാരാളമായിട്ട് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഇത് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനെ കുറയ്ക്കാനും നമ്മുടെ ജനറൽ ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ ബ്രെയിനിൻ്റെ ഏജിങ് പ്രോസസ്സിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനും നമുക്ക് ഇതുവഴി സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഡെയിലി ബേസിസിൽ നമുക്ക് ഫിഷ് പോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തൊരു കണ്ടൻ്റാണ് അവക്കാഡോ എന്ന് പറയുന്നത്. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അവക്കാഡോ എന്ന് പറയുന്നത്. ഗുഡ് ഫാറ്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളൊരു കണ്ടൻ്റാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് കഴിക്കുന്നത് വഴി നമുക്ക് HDL, നമ്മുടെ നല്ല കൊളസ്ട്രോളിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ഹെൽത്ത് കൂട്ടാനും നമ്മുടെ ഏജിങ് പ്രൊസീജിയറിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് അവക്കാഡോ എന്ന് പറയുന്നത്. ഇനി വെയിറ്റ് ഗെയിനിങ്ങിനൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അവക്കാഡോ ഡെയിലി ബേസിൽ കഴിക്കുന്നത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടൊരു കാര്യമാണ്. അടുത്തായിട്ട് നമുക്ക് ഇൻടേക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കടലയാണ്. നമ്മൾ കറി വെച്ച് ഉപയോഗിക്കുന്ന കടല നമ്മൾ ഡെയിലി ബേസിൽ കഴിക്കുന്നത് വഴി നമ്മുടെ മസിൽ ഹെൽത്ത് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ, നമുക്ക് ഉണ്ടാകുന്ന വേദന ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതായത് ഇതിനകത്ത് ധാരാളമായിട്ട് പ്രോട്ടീനും മഗ്നീഷ്യം ഫോസ്ഫറസും ഒക്കെ അടങ്ങിയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ബെനിഫിറ്റ്സ് നമ്മുടെ ബോഡിയിൽ തരുന്നത്. നമുക്കൊരു മെയിൻ മീലാക്കി ഏതെങ്കിലും ഒരു നേരം കഴിക്കുന്നത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്ക് സാലഡ്സ് പോലെ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ റോ ഫോമിൽ തന്നെ കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അടുത്തൊരു ഘടകമാണ് ജിഞ്ചർ, നമുക്ക് ഇഞ്ചി എന്ന് പറയുന്നത്. നമ്മൾ വളരെ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാ ഭക്ഷണത്തിലും നമ്മൾ ഉപയോഗിക്കുന്നത് വഴി നമുക്കുണ്ടാകുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, ആസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ജിഞ്ചർ ടീ ഫോമിലോ അതും അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനകത്തൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇതിനകത്ത് ധാരാളമായിട്ട് ഫ്ലാവനോയിഡ്സ് അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ സെൽ ഏജിങ് പ്രോസസ്സിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ നമുക്ക് ഇതുവഴി സാധിക്കും. അടുത്തൊരു ഘടകമാണ് കോളിഫ്ലവർ എന്ന് പറയുന്നത്. നമുക്കറിയാം ക്രൂസിഫറസ് കാറ്റഗറിയിൽ പെടുന്ന ഒരു വെജിറ്റബിൾ ആണ് ക്യാബേജ് എന്ന് പറയുന്നത്. തൈറോയ്ഡ് കണ്ടീഷൻസുള്ള ആൾക്കാരൊക്കെ അത് കോമൺലി എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിത് വേവിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഗോയിട്രോജൻസിൻ്റെ ഒരു ലെവൽ കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് വേവിച്ച് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമ്മുടെ സ്കിൻ ഹെൽത്ത് ഒക്കെ കൂട്ടാൻ, നമ്മുടെ സ്കിൻ ഗ്ലോ ഒക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഗട്ട് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട്. അത് ധാരാളമായിട്ട് വൈറ്റമിൻ C, വൈറ്റമിൻ K അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ റിച്ച് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മുടെ ബോഡിക്ക് തരുന്നുണ്ട്. ഡെയിലി ബേസിൽ നമുക്ക് സാലഡ്സ് ഫോമിലോ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പേരി പോലെയൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത് വളരെ ബെനിഫിറ്റ്സ് ആയിട്ടൊരു കാര്യമാണ്. തൈറോയ്ഡ് കണ്ടീഷനുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ എപ്പോഴത് വേവിച്ച് മാത്രം കൺസ്യൂം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഡെയിലി ബേസിൽ എടുക്കുന്നതിൻ്റെ ആ ഒരു അളവ് കുറയ്ക്കുക. ഒരു വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് മാത്രം എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം കണ്ടൻസ് ഒക്കെ നിങ്ങളുടെ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഏജിങ് പ്രോസസ്സിന് ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.